നമ്മളെത്തി. സാന്റാരിയ പേൾസ്. മാം, നമ്മുടെ ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ വരുന്നത് ഒരു 18 ഏക്കറാണ്. ആയിട്ട് റെൻറ്റ് ചെയ്യുന്നത് ബീച്ചിലാണ്. നമുക്ക് ബീച്ചിലേക്ക് വരുന്നത് ഒരു പ്രൈവറ്റ് ആക്സസ് ആണ്. ബീച്ച് പബ്ലിക്കാണ്, ബീച്ചിലേക്ക് വരുന്ന ആക്സസ് പ്രൈവറ്റ് ആണ്. നമുക്ക് ഈ ബ്ലാക്ക് ബോളിൽ കാണുന്ന ആക്ടിവിറ്റീസ് ആണ് നമുക്ക് പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം സാറിന് മാമിനൊക്കെ കോംപ്ലിമെൻ്ററി ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു യോഗ സെക്ഷൻ വെച്ചാണ്. യോഗ സെക്ഷൻ്റെ ടൈമിംഗ് വരുന്നത് മോർണിംഗ് 7 o'clock to 8 o'clock ആണ്. ബീച്ചിലാണ് യോഗ സെക്ഷൻ വരിക. നമ്മളിതിന് വേണ്ടിയുള്ള യോഗ മാറ്റ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി റൂമിൽ വെച്ചിട്ടുണ്ട്. സോ സാറിന് മാമിനൊക്കെ യോഗ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ റൂമിൽ നിന്ന് യോഗ മാറ്റ്സ് എടുത്ത് ഡയറക്റ്റ് ബീച്ചിലേക്ക് പോകുന്നതാണ്. നമുക്ക് മൺഡേയ്സിലൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഈ യോഗ സെക്ഷൻ അവൈലബിൾ ആണ്. അതിനുശേഷം നമുക്ക് വരുന്നതാണ് ഇൻ ഹൗസ് കാറ്റിൽ ഫാം വിസിറ്റ്, കാറ്റിൽ ഫീഡിങ്ങും ഒരു ഓർഗാനിക് വെജിറ്റബിൾ ഗാർഡൻ വിസിറ്റും. ഇതെല്ലാം തന്നെ ഓൺ ദ വേ ടു ബീച്ചിലായിട്ടാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ആയിട്ടാണ്. നമ്മുടെ സ്റ്റാഫ് കാറ്റിൽ ഫാമിൽ കാണും. കാറ്റിൽ ഫീഡിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ സ്റ്റാഫ് സാറിനെ മാമിനെ അസിസ്റ്റ് ചെയ്യും. കാറ്റിൽ ഫീഡിങ്ങിനായിട്ട് നമുക്ക് ടൈമിംഗ് വരുന്നത് മോർണിംഗ് 8 o'clock to ഈവനിങ് 4 o'clock ആണ്. ഓക്കെ. പിന്നീട് വരുന്നതാണ് ഒരു പാം ലീഫ് ക്രാഫ്റ്റിംഗ് എന്നൊരു സെക്ഷൻ. അതെല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ആ സെക്ഷൻ്റെ ടൈമിംഗ് വരുന്നത്. സോ സാറിന് മാമിനൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം റിസപ്ഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള സ്റ്റാഫിനെ അസൈൻ ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും. പിന്നീട് വരുന്നതാണ് പെഡൽ ബോട്ടിങ്, കയാക്കിങ്, ഫിഷ് ഫീഡിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ്. ഇതെല്ലാം വരുന്നത് ഈ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർ ബോഡിയിലാണ്. ഒരു 6 feet ആർട്ടിഫിഷ്യൽ വാട്ടർ ബോഡിയാണ്. അവിടെയാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം വരുന്നത്. നമുക്ക് അതിനുശേഷം വരുന്നത് കുറച്ച് ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് ആണ്. ബാഡ്മിൻ്റൺ, വോളിബോൾ, പിന്നെ അതുകൂടാതെ ബോർഡ് ഗെയിംസും അവൈലബിൾ ആണ്. നെക്സ്റ്റ് സെക്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്ലിംഗ് ഇൻ മാരാരി വില്ലേജ് എന്നൊരു സെക്ഷനാണ്. നമ്മുടെ റിസപ്ഷൻ്റെ ഏരിയയിലായിട്ട് നമുക്ക് സൈക്കിൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ സൈക്കിൾസൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഇൻസൈഡ് ഔട്ട്സൈഡ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിത് കൂടാതെ ഒരു ഇൻഹൗസ് റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു പബ്ലിക് പൂൾ കൂടെ ഉണ്ട്. നമ്മുടെ പബ്ലിക് പൂളിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സോൾട്ട് വാട്ടർ പൂളാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ഒന്നെങ്കിൽ നൈലോൺ ക്ലോത്ത്സ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് സൂട്ട്സ്. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിനെ മാമിനൊക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ്. പിന്നെ അവിടെ തന്നെ ഈവനിങ് ഒരു 4:30 to 5:30 നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഹൈ ടീ സെക്ഷനും അവൈലബിൾ ആണ്. അതും സാറിനെ മാമിനൊക്കെ എൻജോയ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ബീച്ചിൽ ഒരു കൈറ്റ് ഫ്ലൈയിങ് സെക്ഷൻ ഉണ്ട്. ഈവനിങ് ഒരു 5:30 to 6:30 ആണ്. നമ്മുടെ സ്റ്റാഫ് കൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ബീച്ചിൽ കാണും. സോ സാർ മാമക്കൊന്ന് ബീച്ചിലേക്ക് എന്നാൽ മാത്രം മതി. പിന്നെ ലാസ്റ്റ് നമുക്ക് സ്റ്റാർ ഗേസിംഗ് എന്നൊരു സെക്ഷൻ ഉണ്ട് മാം. അത് ഈവനിങ് 7:30 ഓൺവേർഡ്സ് ആണ്. അത് ഗസ്റ്റ് തന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ ഈ പാത്ത് വേയുടെ എൻഡിലായിട്ട് നമുക്കൊരു സെക്യൂരിറ്റി ക്യാബിനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. സോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബീച്ചിലേക്ക് നൈറ്റിലേക്കുള്ള ലൈറ്റും ബൈനോക്കുലേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. സോ മാം നമുക്ക് പബ്ലിക് ബീച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റഡ് സ്പേസ് ആണുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബീച്ചിൽ ലിമിറ്റഡ് ചെയർസ് ആൻഡ് അംബ്രല്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ സാർ മാമിനൊക്കെ ബീച്ചിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെയർസ് ആൻഡ് അംബ്രല്ലാസ് ഒക്യുപ്പൈഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ലൈഫ് ഗാർഡും സെക്യൂരിറ്റി ഗാർഡ്സും അവൈലബിൾ ആയിരിക്കും. സോ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ ചെയർസും അംബ്രല്ലാസും പ്രൊവൈഡ് ചെയ്യും. ബിക്കോസ് നമുക്ക് അവിടെ ലോക്കൽസും ചെയർസും അംബ്രല്ലാസും ഇടുന്നുണ്ട്. അവർ അവേർലി ബേസിസിലാണ് ചാർജ് ചെയ്യുന്നത്. സോ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് കാണിച്ചു തരും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ചെയർസും അംബ്രല്ലാസും ഏതാണ്. ഓക്കെ, റൂമിലേക്ക് പോകാം. ഓക്കെ, ഷുവർ. ബടാ കിക്ക വല്ല മനസ്സിലായ വല്ല മനസ്സിലായ ആ കൊടുത്തു. ആ ഷുവർ, താങ്ക് യു. അത് വെച്ചു ഓലപ്പാമ്പ് പിടിച്ചു. ഇതും പിടിച്ചു. ഏതെങ്കിലും ഒന്ന് പിടിച്ചാൽ മതി. എന്നല്ല അത് മാത്രം പിടിച്ചാൽ മതി. ഇപ്പം പേട്ടോ വാടോ പോവാടോ. പോവാ പോയിട്ടാ. ശരി എന്നാ. നമ്മുടെ റെസ്റ്റോറൻറ്റ് ബീച്ച് കാര്യങ്ങളെല്ലാം വരുന്നത് ഈ പാത്ത് സ്ട്രൈറ്റ് പോകുന്നത് റെസ്റ്റോറൻറ്റ് ബീച്ച്. റൂം വരുന്നത് ഇവിടെയാണ്. ഓക്കെ.
ഇവിടെയാണ് സൈക്കിള് ഇവിടുന്ന്. ഇവിടുന്ന് സൈക്കിൾസ് ഒക്കെ എടുക്കാം. ഓക്കെ. ഇൻസൈഡ് ഔട്ട്സൈഡ് അല്ല. സോറി. ഇത് 18 ഏക്കേഴ്സും ഇതുപോലെ ഹട്ട്സും ഇതൊക്കെ ഉണ്ടോ? വില്ല ഉണ്ടോ? ഈ ഏരിയയിൽ മാത്രമേ നമുക്ക് റൂംസ് ഉള്ളൂ സാർ. നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഏരിയയിൽ ബിൽഡിങ്സ് ഉണ്ടാവും. CRSന്റെ റൂൾ പ്രകാരം നമുക്ക് ബീച്ചുമായിട്ട് ഇത്ര കിലോമീറ്റർ അകലത്തിലാണല്ലോ ബിൽഡിങ്സ് വെച്ചിരിക്കുന്നത്. സോ ആ ഒരു പർട്ടിക്കുലർ ഏരിയ റെസ്റ്റോറൻറ്റ് ആ ഒരു ഏരിയ വരെയാണ് നമുക്ക് റൂംസ് ഉള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ മസാജ് സെൻറ്റർ, പിന്നെ ക്യാറ്റൽ ഫാം, ഓർഗാനിക് വെജിറ്റബിൾ ഗാർഡൻ അങ്ങനെയാണ്. ഓക്കെ. വാ. ഇത് ബാത്റൂമാണോ? ഷവർ ഏരിയ. ഓക്കെ. ആ ഓപ്പൺ ചെയ്യണം. ഇത് നമുക്ക് ഓയിസ്റ്റപ്പിൾ കാറ്റഗറി. ഇത് ഒരു പൂള്, അത് കൂടാതെ ഒരു ഡോർ കാണുന്നുണ്ട്. ആ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൈവറ്റ് സിറ്റിംഗ് വരാന്ത ഏരിയ പ്ലസ് നമ്മുടെ റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ കണ്ട പോണ്ടിലേക്ക് ഒരു ഫേസ് ഉണ്ടല്ലേ. ഓക്കെ. ബീച്ചിലേക്ക് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ബീച്ചിലേക്കൊക്കെ കുഞ്ഞിന് ക്രിബോ അങ്ങനെ എന്തെങ്കിലും വേണം, ബേബി ക്രിബോ അങ്ങനെ അതൊക്കെ എൻ്റെ ഇപ്പോൾ തന്നെ ആദ്യമായിട്ടാണ്. എന്താണ് ചെയ്യണം? അതൊന്നും പറക്കില്ലേ? അല്ല ഇതൊന്ന് പറയടാ പാസ്വേഡ്. അത് പിടിച്ചോടിച്ചാ ഞാൻ ഓടുകൂട്ടാ. റിസപ്ഷൻ നമ്പർ എത്ര? ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. വന്നപ്പോൾ ഒരു ഇത്തിരി ഒന്ന് ലേറ്റായി അല്ലേ? അതെ അതെ. ഞങ്ങളിവിടെ 12 മണി അല്ല 2 മണിക്ക് തന്നെ എത്തണമെന്ന് വിചാരിച്ചു. പക്ഷെ എത്തിയപ്പോൾ 3 മണിയായി. ഹേ, കുട്ടൂന് ഓടിക്കാൻ സൈക്കിളൊക്കെ ഉണ്ടേ, നമുക്ക് വന്നിട്ട് ഓടിക്കാട്ടാ. ഇവിടെ 3 മണി വരെയാണ് ലഞ്ച് ടൈം. ആ, അപ്പോൾ ചെക്കിൻ വേണ്ടവർ 3 മണിക്ക് മുമ്പ് വരിക. 3 മണിക്ക് മുമ്പ് വന്നാൽ ഇവിടുന്ന് ഫുഡ് കഴിക്കാം, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരണം. ഇവർ തന്നെ സ്പീഡ് ബോട്ടാണ് അത്. ഇവർ തന്നെ ഉണ്ടാക്കിയിലേക്കാന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഉണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ പെഡലിംഗ്, ബോട്ടിങ്, കയാക്കിങ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ ആക്ടിവിറ്റീസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. നോക്കാം. പറ്റുന്ന ആക്ടിവിറ്റീസൊക്കെ ഫുഡ് കഴിച്ചോണ്ടേ തുടങ്ങാം അല്ലേ? അതെ അതെ അതെ. റെസ്റ്റോറൻറ്റ് കുറേ ഉണ്ടോ നടക്കാൻ? റെസ്റ്റോറൻറ്റ് അടുത്താണെന്നാണല്ലോ ചേട്ടൻ പറഞ്ഞു. എനിക്കെന്തോ റൂമിലോട്ട് എത്തിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അവിടെ അല്ലല്ലോ, നേരെ അല്ലേ? റെസ്റ്റോറൻറ്റ് എങ്ങോട്ടാ? അങ്ങോട്ടാണോ? സോറി, അതല്ലേ ഇവിടെ എഴുതി വെച്ചേക്കുന്നേ. ഞാൻ കണ്ടില്ല. എന്നാൽ നിനക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ പറയണ്ടേ? ഞാൻ പറഞ്ഞില്ല. എവിടെ എവിടെ എഴുതി? ഫ്രണ്ടില് അതിന് എപ്പോഴും റെക്കോർഡല്ല. റെക്കോർഡാണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ ചെയ്തു. ഞങ്ങൾക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ കുറേ കിളികളുടെ ഒച്ചയൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര സൈലൻ്റ് ആണ് ഇവിടെ. കിളികളുടെ ഒച്ചയൊക്കെ അതുകൊണ്ട് നന്നായിട്ട് കേൾക്കാം. ഇവിടെ നിറയെ ബട്ടർഫ്ലൈ ആണല്ലോ. ദേ നോക്ക്. ഉണ്ട്. ശരിയാണ് ശരിയാണ്. അതുകൊണ്ടാണല്ലോ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറയുന്നത്. ബാബണ്ണ ചെറിയൊരു ആമ്പലാണ്, താമരയാണ്. ആമ്പൽക്കുളം ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ വില്ലാസ് ഉണ്ടല്ലേ. ആ, നല്ല പ്രൈവസി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. ആ റെസ്റ്റോറൻറ്റ് ഇങ്ങോട്ട് പോകണോണ്ടോ? ഫ്രണ്ടിൽ പോ. എന്തിനാണ് ഇത്രയും ബാക്ക് എടുത്ത് വെക്കുന്നത്? റെസ്റ്റോറൻറ്റ് കുറേ ഉണ്ട്. ഇതാണോ പബ്ലിക് പൂൾ എന്ന് പറഞ്ഞത്? അതെ അതെ.
ഹലോ ചാച്ചേട്ടാ ഹലോ പറഞ്ഞു. ചേട്ടന് ഹായ് കൊടു. ഹായ് കൊടു. ഓക്കെ. നമസ്തേ. ആ ചേച്ചിയോട് നമസ്തേ പറ. പേരെന്താ? കിയാൻ. ഹലോ. ആ അടുത്തോ. ഓക്കെ. ഹേ നമ്മളെത്തിയല്ലോ. കട്ട് ചെയ്തിട്ട് ചരിക്കണേ. കേക്കൊക്കെ അവർ ചോറൊക്കെ സ്മാഷ് ചെയ്ത് നല്ലോണം വേവിച്ച് സ്മാഷ് ചെയ്തൊക്കെ തന്നിട്ടാ. അത് ഞങ്ങൾ വാരിക്കൊണ്ടിരിക്കുക, കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. കുഞ്ഞിനുള്ളതാണോ? ആ ഇത് എന്താ ഇത്? വെച്ചിക്കുന്നോ? പിന്നെയും ഇപ്പോഴല്ലേ കഴിച്ചേ? എപ്പോഴും വെച്ചേക്കാൻ പാടില്ല കേട്ടോ. ഇത് അവരുടെ ഇവിടുത്തെ സിഗ്നേച്ചർ എന്ന് പറയാം, ചട്ടിച്ചോറാണ് ഇവരുടെ. പിന്നെ അവരുടെ മസാല തവ ഫ്രൈഡ്. അത് കുഞ്ഞിന് തരാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കറിയും കൂടി എടുത്തിട്ട് ജിങ്ക് 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 ജിങ്ക്. എന്തോ ഒരു ചിത്രശലഭ. ഇവരുടെ ഗാർഡനാ, ഒരു മിനി ഗാർഡൻ. ഇത് അങ്ങനെ തക്കട് പൊക്കോണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് തക്കട് പോണത്? എങ്ങോട്ടാണ് പോണേ? ഞങ്ങൾ റൂമിൽ പോവാ. കഴിച്ചു കഴിഞ്ഞു, തക്കടും കഴിച്ച് ഞങ്ങളും കഴിച്ച്. അയ്യോ അയ്യോ, ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ അല്ലേ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നിന്റെ ടീഷർട്ടൊക്കെ മാറ്റിയിട്ടിട്. റൂമിലോട്ട് ഗ്രാൻഡിലൊക്കെ എടാ, എന്നാ നിന്റെ വീഡിയോ കോൾ ഒന്ന് അമ്മയെ വിളിക്കാന് കുറെ നേരമായി. അത് പറഞ്ഞല്ലോ ലോക്കറാന്ന്. എടാ ഇത് എടുക്കടാ, എന്റെ ഡാൻസ് ഒക്കെ എടുക്കടാ. മറ്റേ വാർഡ്രോബ് ഉണ്ട്. അടാ, അവന് ഇഷ്ടപ്പെട്ട സാധനോടാ. അവിടെ കയറി. അത് പിന്നെ വരാം, ഇതുകൂടെ എടുത്തിട്ട്. റൂം ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട്.
ഇതാണ് കേട്ടോ ഇവിടുത്തെ വാഷ്റൂം. നല്ല അടിപൊളി വാഷ്റൂമൊക്കെയാണ്. ഇവിടെ എന്താ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് പുറത്താണ് ഇതിൻ്റെ എന്താ പറയുന്നത് ഷവറൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രസമാണ്. ഓപ്പൺ ബാത്റൂമാണ്. ഓപ്പൺ ബാത്റൂം ആണെന്ന് വെച്ചാൽ കുളിസീനൊന്നും ആരും കാണൂല കേട്ടാ. എന്നെ കണ്ണാ അമ്മയുടെ കുട്ടിയാനെയാണോ ഇത്? അമ്മയുടെ കണ്ണ ആഴമുണ്ടോ? പിന്നെങ്ങനെ വീണത്? തവള വെള്ളത്തിൽ വേണം. വെറുതെ പുളു അടിക്കണം. ആഴം വേണം എനിക്ക് നീന്താൻ. ഇത്ര ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ ഇത്ര ആക്ടിവിറ്റീസ് ആണുള്ളത്. കൈറ്റ്, പട്ടം പറത്തലുണ്ട്, വോളിബോൾ കോർട്ടുണ്ട്, പിന്നെന്താ ഷവറുണ്ട്, പിന്നെ ഫാം, യോഗ റീക്രിയേഷൻ സെൻറ്റർ, അത് തന്നെയല്ലേ യോഗ അല്ലേ, ടേബിൾ ടെന്നീസ്, സ്വിമ്മിംഗ് പൂൾ, കിഡ്സ് ആക്ടിവിറ്റി ഏരിയ, നിനക്ക് പറ്റിയ സ്ഥലമുണ്ട്, പേൾ സ്പോട്ട് റെസ്റ്റോറൻറ്റ്, പിന്നെ കുറേ എന്താണ് പേൾ സ്പോട്ട് ബാർ കിട്ടിയ പേൾ സ്പോട്ട് ബാർ, റീഡേഴ്സ് കോർണർ, ബട്ടർഫ്ലൈ ഗാർഡൻ, ഓർക്കിഡ് ഗാർഡൻ, ഓയിസ്റ്റർ പേൾ, ഇല്ല പെഡലിംഗ്, ബോട്ടിങ്, കയാക്കിംഗ് ഒക്കെ ഉണ്ട്, പിന്നെ സൈക്ലിംഗ് ഉണ്ട്. വേറെ ഒന്നുമില്ല. വാ വാ കീക്ക, ബാഡ്മിൻ്റൺ. നമ്മൾ ബീച്ചിലേക്കും പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ബീച്ചാണുള്ളത്. അപ്പം മോർണിംഗ് ബീച്ചിൽ പോകാം. തക്കടു ഫസ്റ്റ് ടൈമാണ് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോണല്ലേടാ. ഇവിടെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. അതെ, ഇതൊക്കെ ഈ റിസോർട്ടിൻ്റെ തന്നെ സ്ഥലമാണ്. ഇവിടെ ബീച്ച് റൂൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നോ ലിറ്ററിങ്, നോ ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ചിൽഡ്രൻ ഷുഡ് ബി അക്കമ്പനീഡ് ബൈ പാരൻസ്. നമ്മൾ പാരൻസ് ഒബേ ഓൾ ലൈഫ് ഗാർഡ് ഇൻസ്ട്രക്ഷൻസ്, നോ ബൈസിക്കിൾസ് ആൻഡ് അതർ വെഹിക്കിൾസ്, റെഡ് ഫ്ലാഗ് ഇൻഡിക്കേറ്റ്സ് ബീച്ച് ഈസ് ക്ലോസ്ഡ്. യെല്ലോ ഫ്ലാഗ് ഇൻഡിക്കേറ്റ്സ് കോഷൻസ്. ഇത് യെല്ലോ ഫ്ലാഗ് ഉണ്ട്. വാ പോവാ. ഇതാണ് ബീച്ച് റൂൾസ്, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ബീച്ച് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. നമ്മുടെ റിസോർട്ടിൽ നിന്നൊരു റിസോർട്ട് കഴിഞ്ഞൊരു എത്ര 4 ഏക്കറോളം വെറുതെ കിടക്കുക അല്ലേ? അതെ, 4 ഏക്കറോളം നമുക്ക് ഈ നടക്കാനും ഓടാനും ചാടാനും എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ളൊരു സ്പേസ് തന്നെയുണ്ട്. പിന്നെ നല്ല രസമാണ് ഇവിടെ. വണ്ടികളുടെ അങ്ങനത്തെ ബഹളമൊന്നും അല്ല. രാവിലെ എഴുന്നേറ്റ് ഭയങ്കര ശാന്തമായിട്ട് നടക്കാനാണ്. നല്ല കിളികളുടെ ഒച്ചയൊക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ മനസ്സ് ശാന്തമാക്കി നടക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ബീച്ചിൽ എത്തിയല്ലോ. ഹേയ് തകടു, ബീച്ച് നോക്ക്. ബീച്ച്
ഇനിയിപ്പോൾ കുറച്ച് തക്കുടുവിൻ്റെ എക്സ്പ്രഷനൊക്കെ കാണാം ബീച്ച് കാണുമ്പോഴുള്ള എക്സ്പ്രഷൻ അവിടെ ചെന്ന് ഇടറാ. അതുണ്ടോ അതെന്താ സാധനം? അതെന്താന്ന് അറിയ തക്കുടു? തിര മാല. തിര മാല. തിരമാല. ദിസ് ഈസ് സീ. ഇതെന്താന്ന് അറിയോ? കടല്. കടല്. ഇതാണ് ഇന്ത്യൻ ഓഷൻ. ഗുഡ് മോർണിംഗ്. ഇത് ഇവിടുത്തെ ചേട്ടന്മാരാണ് റിസോർട്ടിലെ. കപ്പല് രാവിലെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അല്ലേ ബീച്ച്. ഒരു മദാമ ഓടുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമല്ലേ ബീച്ച്. എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് എല്ലാ പ്രായക്കാർക്കും. കാരണം കുട്ടികൾക്കാണെങ്കിലും ചെറുപ്പക്കാർക്കാണെങ്കിലും പ്രായം ചെന്നവർക്കാണെങ്കിലും ബീച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഞാനും പണ്ടിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര സങ്കടമൊക്കെ ഇങ്ങനെ തിരമാല അടിക്കുന്നു നോക്കി ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് അടിപൊളി വലിയ തിരയൊക്കെ വരുന്നുണ്ട് എന്നാണ് ഞാൻ. അടിപൊളി തിരമാലയൊക്കെ വരുന്നുണ്ട്. അമ്മച്ചേ നനഞ്ഞു നനഞ്ഞു നനഞ്ഞു. നമ്മുടെ കൂടെ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനും അവിടുത്തെ ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. ലൈഫ് ഗാർഡ് ചേട്ടൻ. ലൈഫ് ഗാർഡ് ചേട്ടൻ. ഷവറിനൊരു പ്രത്യേകതയുണ്ട്. കലം ഷവറാണിത്. മംഗലം ഷവറാണ്. ബട്ട് ബ്യൂട്ടിഫുൾ. മഴ മഴ കുടകുടാ കുടത്തിൽ നിന്ന് മഴ പെയ്യണം. എങ്ങനെയുണ്ട് തക്കട്? അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഷവറിലൊന്ന് കാലൊക്കെ നനച്ച് രാവിലെ തന്നെ ഇറങ്ങി പോവാൻ ഇവന് വലിയ ഇഷ്ടമില്ല. മനസ്സിലായോ? രാവിലെ എണീറ്റ് കുറച്ചൊക്കെ കളിച്ച് റെസ്റ്റ് കുറച്ചൊക്കെ കളിച്ചാണ്. എന്നിട്ട് നമ്മളിപ്പം ഇവിടുത്തെ വെജിറ്റബിൾ ഗാർഡനിലേക്ക് പോവാണ്. ഇതാണ് ഇവിടുത്തെ വെജിറ്റബിൾ ഗാർഡൻ. ആമ്പൽക്കുളം. അവരുടെ നാട്ടിൽ ഇത് ആമ്പൽക്കുളം, ഇത് താമരക്കുളം കേട്ടോ. റെക്കോർഡ് നിന്റെ അമ്മൂമ്മയുടെ ഫോണ്ടിലുണ്ട് ഇത്. ബനാന. ദിസ് ഇസ് ബനാന. ഇത് നമുക്കുണ്ട് വീട്ടിൽ. അത് നമുക്ക് വീട്ടിലുണ്ട്. ബനാന ഉണ്ട് നമുക്ക് വീട്ടിൽ. ദിസ് ഇസ് എന്താണ്? ചില്ലി. ഹാർട്ട് ചില്ലി, റെഡ് ചില്ലി. എന്താണ് ഇത്? സാധാ. ദിസ് ഇസ് നോർമൽ ചില്ലി. ദിസ് ഇസ് മോർ സ്പൈസി. നമസ്കാരം. ചേട്ടനാണോ നോക്കണം? പേരെങ്ങനെ? ചന്ദ്രബോസ്. നാട് ഇവിടെ വിശാഖ്. എറണാകുളത്ത്. റോബസ്റ്റയാണ്. കായ കണ്ട്. അതെന്താ? അമ്പഴക്ക. ഞങ്ങളുടെ വീട്ടിലില്ലേടോ താമര. ഇതുണ്ട്. ഇതും വീട്ടിലുണ്ട്. വെള്ളക്കാന്താരി ഉണ്ട്.
പിന്നെ അങ്ങോട്ട് മാറി ചീര, വേപ്പ്, പച്ചമുളക്, പയർ. ചീര ഇപ്പൊ ഇലയൊക്കെ മറ്റേ ഇതായി മഴ ആയോണ്ടാണോ? അത് അൺസീസൺ ആയതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും. സീസൺ ആകുമ്പോഴേ ക്ലിയർ ആക്കി കിട്ടും. ഇവിടുത്തെ കിച്ചണിലേക്ക് എടുക്കാറുണ്ടോ? ആണോ? ഗസ്റ്റുകൾക്ക് ആവശ്യം പറഞ്ഞാൽ തരികയും ചെയ്യും. വേണമെങ്കിൽ പറഞ്ഞാൽ മതി ആവശ്യം. അത് സാധനം ഇതൊന്ന് വായിലിട്ട് നോക്കുക. എന്നിട്ടൊന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് പറഞ്ഞ ഇത് വായിലിട്ട് എടുക്കണ്ട. മധുരമാണല്ലോ. എന്താണ് സാധനം എന്ന് മനസ്സിലായി? ആ മറ്റേ ഈ നമ്മള് ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ ഒരു ജീരകം, അത് തന്നെ. ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങുമ്പോ നമുക്ക് ഈ അതല്ലേ ഇത്? ജീരകം എങ്ങനെയാണ് ഉണ്ടാവണം? ഇത് പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ ജീരകം തന്നെ ഇത് കായായി വരും. ഓ അടിപൊളി. ഇത് ഇവിടെയൊക്കെ വളരുമല്ലേ? നമുക്ക് പിടിക്കും. അത് ജീരകം കുരുവിട്ടാൽ മതി. ഇതെന്ത് സാധനം ഇതിൻ്റെ ഇടയിലേക്ക് ഇടും? ഇത് ബട്ടർഫ്ലൈ വരുന്ന ചെടിയാണ്. ഈ ചിത്രശ്ലഭം വന്നിട്ടും നിറയെ ഇത് പൂ. ഇതുണ്ട് പൂ ആകാൻ പോകുന്നത്. കായും പൂവൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് തുളച്ച് കയറി അതിനകത്ത് കയറി മുട്ടയിടും ഈ ചിത്രശലഭം. എന്നിട്ട് അതിനകത്ത് നിന്ന് പുഴുവായിട്ട് പുറത്ത് ചിറകിൽ വെച്ച് ചിത്രശലഭമായിട്ട് വന്നിട്ട് ഇതിമേ തന്നെ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് ഇതിമേ തന്നെ കംപ്ലീറ്റ് അങ്ങോട്ട് ബീച്ചിലേക്ക് പോണ വഴി ഉണ്ടല്ലോ. അതാണ് അവിടെ ചിത്രശലഭം വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഗാർഡനിൽ ഇതേ സെയിം സെറ്റപ്പ് ആണോ? ഇതിന്റെ വേണം തൈ വേണം തരാം. ഇതിന്റെ ഒരു തൈ തരും. ഇത് എവിടെ കൊണ്ടുവച്ചാലും ചിത്രശലഭം വരും അല്ലേ? ഇത് വെയിൽ കിട്ടണം. വെയിലുള്ള സ്ഥലത്ത് വെയില നന്നായിട്ട് ഇളക്കവും വേണം. നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കാൻ ശരിക്കും കയറി വരും. എന്നിട്ടത് പൂത്ത് പൂവായി കഴിയുമ്പോൾ തന്നെ ചിത്രശലഭം പല കളറും ഭയങ്കര രസമായിരിക്കും. ഭയങ്കര ഭംഗിയാണ്. ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ വന്നിട്ട് ഈ റിസോർട്ടിൽ വന്നിട്ട് ഒരു പാർട്ടിക്ക് ഇതും മതി, വേറെ ഒന്നും വേണ്ട. ആ ചിത്രശലഭമായിട്ടുള്ള പരിപാടി. പിന്നെ അവരിങ്ങോട്ട് അതിന്റെ പടമൊക്കെ വിട്ട് ഭയങ്കര ക്ലിക്കായത്. ഭയങ്കര രസമായി. ഓരോരുത്തർക്ക് ഓരോ ഇതാണല്ലോ ഇഷ്ടം. ഞങ്ങൾ നെല്ലിലേക്ക് പോയതല്ലേ? ഇനി ഇത് അടുത്ത ഇത്ര എടുത്താൽ എത്ര കിട്ടും? ഇത്ര എടുത്തൊരു 10 കിലോ സാധനം കിട്ടും. മറ്റേ പുതിന നടന്നീ മണത്തോ മണത്തോ മണണ്ടോ? ഈ സാധനം നമുക്ക് ഉണ്ടായി വീട്ടിൽ. പനിക്കൂർക്ക ഇത് മെഡിസിനാണ്. അതൊന്നും മണത്ത് നോക്കി നോക്കട്ടെ. ഇത് പുൽത്തൈലാണോ? പുൽത്തൈലല്ലേ? റെഡി വെച്ചാൽ മണത്ത്. അതിന്റെ തൈ വേണം തരാം കേട്ടോ. അതിന്റെ ഒരു ചെറിയ പനിയൊക്കെ മതിയല്ലേ? അപ്പൊ ഈ പനിക്കൂർക്ക വേറെ സാധനമാണോ? പനിക്കൂർക്ക ഇതെല്ലാം കൂടി ഇട്ട് ആവി പിടിച്ചാൽ മതി. ഈ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ തുളസിയുടെ ബേസിൽ തൃത്താവെന്ന് പറയും. നമുക്ക് ഒരുമിച്ച് മണക്ക് നല്ല മണം ഉണ്ടല്ലോ. ഇത് കൊള്ളാട്ടോ. പനിയൊക്കെ വരുമ്പോ നമുക്ക് വിക്സ് മണക്കുന്നതിന് വരെ ഇതെടുത്ത് വലിച്ചാൽ മതി. അതിന്റെ പേരെന്തേട്ടാ? അത് വിക്സ് എന്ന് തന്നെയാണ് നമ്മള് ആണ് പറയണത്. ഇതങ്ങനെ കണ്ടിട്ടില്ല. പനിക്കൂർക്കയൊക്കെ നമ്മളെ വീട്ടില് നാളെയാണ് പോണം. ഇന്നാ ഇത് അത് മൊത്തം ഞങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇഷ്ടംപോലെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ടേ തയ്യല്ലേ? ഇത് നമുക്ക് എവിടെ നട്ടാലും പിടിച്ചോളൂല്ലോ. പിടിച്ചോളൂ. വളമൊക്കെ ഇടണോ അതോ വെറുതെ ചാണാനും തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് ആഫ്രിക്കൻ മല്ലിയ. ആഫ്രിക്കൻ മല്ലിയ ശരിയാണല്ലോ. ഇത് മല്ലിയുടെ മണം അല്ല. ഇത് ചിക്കൻ മസാലയ്ക്ക് വേറെ 2 മസാലയ്ക്ക് വേറെ 2 ഇലയിടുമ്പോഴത്തേക്ക് അതിൻ്റെ മസാലക്കൂട്ടായി. ഇത് ഓൾഡ് സ്പൈസോ? ഗ്രാമ്പൂ പട്ടയൊക്കെ ഇടുന്നതിന് പകരം ഇത് ഇട്ടാൽ മതി. അത് ഉണ്ടാക്കിയല്ലേ? ഇതവിടെ ഉണ്ടല്ലോ? അല്ല ഇല്ല ഇല്ല. അതാണ് അതിൻ്റെ തൈ കൊണ്ടുപോയിട്ട് എന്നിട്ട് കുറേ ഐറ്റംസ് തരാം. അതെല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ ഒരു ജലദോഷമൊക്കെ വരുമ്പോഴേ ആവി പിടിച്ചാൽ ഇത് നമ്മള് എന്താ ഇതിനൊക്കെ വളം ഇടുന്ന ചാണകപ്പൊടിയൊക്കെ ഇട്ടിച്ചു കൊടുത്താൽ ചാണകപ്പൊടി ഇതൊക്കെ നല്ല. ഇത് നമ്മള് ഭക്ഷണം കഴിക്കേണ്ടതൊക്കെ ഡെസ്കല്ലേ, ഇതിന്റെ തണ്ടുണ്ട്. ഇതിന്റെ ഇത് തണ്ടാവും, മൂത്ത് തണ്ട. ആ തണ്ട് ചതച്ച് ഡെസ്ക് വെക്കണമെങ്കിൽ മറ്റ് പ്രാണി അങ്ങനെയുള്ള ഈച്ച അങ്ങനെയുള്ള ഒന്നും വരില്ല. കോവല്, സോയാബീൻ നമ്മുടെ ഇവിടെ പിടിക്കും അല്ലേ? പിന്നെ റോസ് ചാമ്പണത് സോയാബീൻ അപ്പം എന്തോ നമ്മൾ ഈ വിത്തിട്ടാണോ പിടിപ്പിക്കുന്നേ? അതിൻ്റെ കുരുട്ടാവും. പിന്നെ ഇത് ഫിഗാണ്. അത്തിപ്പഴം.
ഇത് പൈനാപ്പിൾ സോയിൽ കളക്ടറാണ്. ഇത് മുള്ളൊന്നും ഇല്ല, ഇത് വേറെ ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റില്ല, ഇച്ചിരി ഉണ്ടാവുള്ളത്. കഴിക്കാൻ പറ്റില്ല. കഴിക്കാൻ ഇച്ചിരി ഉള്ളത്. ഇത് മലബാർ ചീര. മലബാർ ചീര വള്ളിയാണ്, വള്ളിച്ചീരയാണ്. ഓ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇതിന്റെ ഇല ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് മറ്റേ ഇല മറ്റേ ചീര കറി വെക്കുന്ന പോലെ തന്നെ കറി വെക്കുന്നയാ അല്ലേ? ഇത് നമ്മൾ അന്ന് അവിടെ പോയപ്പോ ഞാൻ പറഞ്ഞില്ലേ കണ്ടിട്ട്, ചീര എന്ന് പറഞ്ഞ കണ്ടേ. കണ്ടിട്ടുണ്ട് പോകും ഇവിടെ ഗസ്റ്റുകൾക്കൊക്കെ ആവശ്യപ്പെടുമ്പോഴേ ആ അവർക്ക് കൊടുക്കാനായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞത് ഇതിന്റെ ഇളയതാണ് എടുക്കുന്നത്. കോവയ്ക്കൊക്കെ ഇത് കുറെ നിപ്പുണ്ടല്ലോ എൻ്റെ അകത്ത്. ഗോവൊക്കെ ഉണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ കേട്ടോ. ഇന്ന് കൊണ്ടുപോയിട്ടും കാര്യമില്ല, ഞങ്ങളെ 2-3 ദിവസം ഇനി കറക്കുക വെറുതെ അല്ല ചെടി അത് കളയണ്ട. കുഴപ്പമില്ല, മണ്ണിലിട്ട് വെച്ചാ പോരേട്ടാ. മറ്റന്നാളെ വീട്ടിലെത്തുള്ളൂ, പക്ഷെ നമ്മളൊരു മണ്ണിലിട്ട് വെള്ളമൊഴിച്ച് വെച്ചാ കാറിൽ വെച്ചാ ഇരുന്നോളൂല്ലേ? അതിരുന്നോളൂ. വഴുതന, ബിഗ് വഴുതന, ബ്രിഞ്ചാൾ. ഇത് വലിയതാവുന്ന ചീരയല്ലേ കുറച്ചുകൂടെ? ആ എൻ്റെ വീട്ടിലുണ്ട്. ആ അത് തന്നെ. ആ ആ ഇപ്പൊ ഞാനവിടെ നട്ടേക്കുന്ന കുമ്പളമാണ്. വെള്ളത്തക്കാളിയാണ്. ആ തക്കാളി, വഴുതനങ്ങ, പപ്പായ. ഇത് റോബസ്റ്റയാണോ? അത് ഇത്രയും വലുതായിട്ട് കിളിക്കുമല്ലേ? ആ കൊള്ളാലോ. അതോ എന്തിനാ തുമ്മനെ? തനിക്ക് തുമ്മലുണ്ടോ? എങ്ങനെ നോക്കുന്ന അതനുസരിച്ച് കിട്ടും. നോട്ടം കുറവാണനുസരിച്ച് കുറഞ്ഞു പോകും. ഇത് മറ്റേ നമ്മുടെ നാടൻ പൈനാപ്പിൾ അല്ലേ? ഇതേ പിടിക്കണമെങ്കിൽ എടുത്തോ. നീ ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാൻ ചെല്ലി. വീഡിയോ അല്ല ഫോട്ടോ. ടച്ച് ചെയ്യാണ്ട് ഒരാള് ആ ആ പിടിച്ചോ. വലുത് എന്ത് വലിയ പോലെ. എനിക്ക് നേരെയും കൂടി എടുക്കട്ടെ. 30 കിലോ ഒക്കെ കിട്ടുമല്ലേ? 30 കിലോ കിട്ടും ഒരു മാല. ഇപ്പൊ തന്നെ 4 ഒരു ചോട്ടിന്നായി. ഇപ്പൊ ഇത് ഒരെണ്ണം കിടക്കും, അപ്പുറത്തൊരെണ്ണം കിടക്കും. അപ്പൊ തന്നെ 6 ഒരു ചോട്ടില്. അതിന്റെ പുറകെ ഇതൊക്കെ കിടക്കും. നമുക്ക് നോക്കിയെടുത്താൽ നേട്ടത്തിൽ കൊണ്ടുവരികയും ചെയ്യും. പിന്നെ 2 വാഴയുടെ സംഭവം എത്ര പോലെ. പപ്പായൊക്കെ ഇത് കഴിഞ്ഞ് ഒരുപാടുണ്ടായിരുന്നു. കഴിക്കാൻ തുടങ്ങി. ചെറുതില് കായ്ക്കുന്നതാണോ? ആ ഇതെന്താട്ടെ ഇത്? ആ ഇതെന്റെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു. ബ്ലഡി ഫുൾ ഷീ ഡോണ്ട് നോ നത്തിങ്. ആ നല്ല ടേസ്റ്റാണ്. മീൻകറി പോലെ തന്നെ വെക്കും. നല്ല രുചി. ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഈ കുളിക്കാനായിട്ട് സ്പോഞ്ച് പോലത്തെ സ്പോഞ്ച് പോലത്തെ എടുക്കൂലേ? അതെന്റെ വീട്ടിലുണ്ടായിരുന്നു. ഉണക്കിയിട്ട് ഇത് കുളിക്കാൻ വേണ്ടി തേച്ച് കുളിക്കാൻ വേണ്ടി എടുക്കും. ഒരു ഇതുപോലെ ഒരു മാറ്റം വന്നിട്ടും പറഞ്ഞ് ഇതിങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എടുക്കും അത്. ആ എൻ്റെ വീട്ടിലെടുക്കാറുണ്ടായത് പണ്ട് ചെറുപ്പത്തിൽ. ഇപ്പം ഇല്ല, ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടുവേ. ഇപ്പം നമ്മൾ ആയുർവേദത്തിലൊക്കെ കാണുന്ന പോലത്തെ തന്നെ സംഭവമായിട്ട് കിട്ടും അത്. മൈക്കിൽ ലൈറ്റ് കത്തണ്ട നീല. അത് കത്തിയിട്ടുണ്ടോ? എന്ത് കഷ്ടം. ആ കത്തിയിട്ടുണ്ട്. മത്തക്കണി ഇത് കണ്ണും കണ്ടുകൂടെ.
എടാ ഇത് വർക്ക് ആവണില്ലടാ. ഏതാണ്? എടാ ഇത് അമ്മേ ഹേയ് തക്കട് ഊഞ്ഞാൽ എങ്ങനെയുണ്ടേ? സിലും സിലും ഊഞ്ഞാലടാ, സിലും സിലും ഊഞ്ഞാലടാ, സിലും സിലും ഊഞ്ഞാലടാ. കളിച്ചും ചിരി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫാമിലിയിലേക്ക് പോവാണ്. പശു ഫാമാണോ അവിടെ? ഇത് പൂട്ടിട്ടേക്കണം. ആ ഓക്കെ, പശു ഫാമാണ്. അപ്പോൾ ഞങ്ങൾ മുമ്പേനെ കാണും. പോവാണ്. മുമ്പേനെ പൂട്ടിട്ടേക്ക് പോടാ. ഇല്ലേ പശു, കുഞ്ഞി പശു. ബാമ്പു. ഇതാണ് ഇവിടുത്തെ ഫാം. ആ നമസ്കാരം. ചേട്ടൻ എന്താ പേര്? അർജുൻ. ചേട്ടനാണോ ഇവിടുത്തെ ഫാമിലി? ആ കീക്ക. വയറ് കാണാം. എന്റെയാ? എന്റെയാണോ അവന്റെയാണോ? നിന്റെ. ഹേയ് ഹേയ് ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? നോക്കടാ. സുഖാണോ? ബുമ്പുട്ടി ബുമ്പുട്ടി സുഖാണോ? അയ്യടെ മുത്തേ, എന്നാ രാവിലെ ഫുഡൊക്കെ കഴിച്ചാ? പൊന്നൂസ് കഴിച്ചാ? എന്തൊക്കെ എടുത്തത്? മഴയൊക്കെ അല്ലേ, ഉറക്കം വരുന്നുണ്ടാ? പൊന്നൂസേ എന്നാടാ ഇത്? എന്നടാ മോനെ, കുഞ്ഞുമോനെ? പുറത്തുനിന്നുള്ള ഒരു പേര് വിളിച്ചാൽ മൈൻഡ് ചെയ്യുവോ? ആ അതാണ്, മൈൻഡ് ചെയ്യുന്നില്ല. കുത്തുവോ? ആന്നാ? വേണ്ട വേണ്ട, മുഷടനാന്ന് വേണ്ട. ആദ്യം തന്നെ എന്നെ മൈൻഡ് ചെയ്തില്ല. ഇവരൊക്കെ എങ്ങനെയാ? ആള് സൈലന്റ് ആണോ? പാവോടാ, എന്നെ കണ്ട് വീണടാ. മോൻ എന്തിനാ ഓടിയത്? ഞാനൊന്നും ചെയ്യൂല. ഞാൻ പാവമാണ്. ഞാനൊരു പാവം, നീ ഒരു പാവം, ഞാനൊരു പാവം. എന്നടാ കണ്ണ, എന്നടാ കണ്ണ? കുത്തുവോ? ഇത് ശിവാനി വരുത്. ഇനി വേണ്ട ചോദിക്കട്ടെ. ഉള്ളൂട്ടോ എന്നോட പൊന്നെ, എന്നെ അങ്ങനെ ഓടാവോ? അങ്ങനെ ഓടാവോടാ കണ്ണാ? പോട്ടേട്ടാ, പേടിക്കൊന്നും വേണ്ട. സാരില്ല മോനെ, കാലൊക്കെ പോയോ? പോട്ടേട്ടാ. ഹലോ, ഇവന്റെ അമ്മയാണോ? പൂർണിമ ചെറുതാ. ഏയ് പൂർണിമ കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം? ഇടിക്കുവോ? ഇടിക്കുന്നുണ്ടോ എന്ന് പറയണേ. ഇനി എറണാകുളത്ത് ആലപ്പുഴ കുത്തു വാങ്ങിച്ചിട്ട് ഞാൻ എല്ലാടാ പൊന്നാ. ഉണ്ടോ പൂർണിമയാണോ ഇത്? നല്ല വെച്ചോണ്ടല്ലോ, ജൂന്തറാണല്ലോ. ഒന്നും ചെയ്യത്തില്ല. ആണല്ലേ? എന്റെ വീട്ടിൽ എന്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. വളർത്തി. അയ്യോ, 10 വർഷം കൊണ്ട് ചേട്ടനാണ് ഇവരെ നോക്കുന്നേ. ആ, ചേട്ടന്റെ വീടൊക്കെ അടുത്ത് തന്നെ. ആ, ഇന്ന് ആയില്യം പൂജയല്ലേ? വെട്ടിക്കോട് എന്റെ കായംകുളം അല്ലേ? എന്റെ വീട് അടൂരാണ്. ആ, ഇന്ന് അച്ഛൻ പോയിട്ടുണ്ട് വെട്ടിക്കോട് അമ്പലത്തിൽ. ആണല്ലേ? ആ, ഇവിടുന്ന് വെട്ടിക്കോട് അടുത്താണല്ലോ പറഞ്ഞ പോലെ. ആലപ്പുഴക്കാർക്ക് അടുത്തല്ലേ? ആ, എറണാകുളം. ആ, ഇത്
അതെ. ആ അതെ. എവിടെ കോഴിയുണ്ട്? കോഴി വരാ. ആ എത്ര മക്കളാ ചേട്ടന്? പിന്നെ രണ്ടുപേരും കല്യാണമൊക്കെ കഴിഞ്ഞു? ഇല്ല. ഇവരെ നോക്കുന്നില്ലേ? അത് അല്ലട ചുക്കുടു ഇഞ്ഞോണ്ട് പൊന്നോ. ഇവിടെ ഇച്ചിരി മുറിഞ്ഞിരിപ്പുണ്ട് ചേട്ടാ. ആ മരുന്നിടണം, അല്ലെ പുഴു വരും. പോട്ടേട്ടാ, ഞാൻ അവിടെ പോയിട്ട് കൊയിനെ കണ്ടിട്ട് വരട്ടെ. കൊയിനെ ഞാൻ കൊയിനെ കണ്ടിട്ട് വരാടാ. എടാ കൊയിനെ കണ്ടിട്ട് വരാടി. ഓ പേടിച്ചു പോയോ? ഒന്നും ചെയ്യൂല ഏട്ടാ. ഹായ്, കഴുത്തിൽ മണി ഉണ്ടായിരുന്ന കിളിക്കോണ്ട്. ഇതാണ് ഇച്ചിരി അല്ലേ? മുത്തോ? പൗർണമിയുടെ അമ്മയാണോ അത്? ആ അച്ഛോ, അതാണൊരു മന്ദത. ഇവര് പാല് കറക്കുന്ന ആരെ ഇപ്പോൾ ഉള്ള? ഇവള് മാത്രമേ ഉള്ളോ? ആരെങ്കിലും ഉണ്ടോ? ഉള്ളു. ചേട്ടൻ തന്നെയാണ് കറക്കണേ? ആണല്ലേ. ആ അപ്പൊ ഇവിടുത്തെ തന്നെയാണ് പച്ചക്കറി, പാല് ഒക്കെ നമുക്ക് കഴിക്കാൻ കഴിയും. ഹേയ്, ഓ കൊമ്പുണ്ടോണ്ട് എനിക്ക് പേടി. ഒന്നും ചെയ്യത്തില്ല. എത്ര എന്നടാ അച്ചടാ, കാതൊക്കെ കുത്തിയിട്ടുണ്ടല്ലോ. ക്ലോത്തിങ്. എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒറ്റ മോളായിരുന്നു. അപ്പം ചെറുപ്പത്തിൽ എനിക്ക് കൂട്ട് ഇവരൊക്കെ ആയിരുന്നു. ആ ഇല്ല. ഇതിന് അവിടെ ഒന്നും കിട്ടത്തില്ല, എറണാകുളത്തൊന്നും കിട്ടത്തില്ല. പിന്നെ എൻ്റെ നാട്ടിൽ അടൂരൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ കിട്ടും. ഇവിടെ ഒന്നും കിട്ടൂല. അതാണ്. എൻ്റെ പേര് അഖില. ഹസ്ബൻഡ് വിശാഖ്, കുഞ്ഞ് കിയാൻ. കിയ ഒരു വെറൈറ്റി കിട്ടുക. പിന്നെ വീട്ടിൽ തക്കടൂന്ന് വിളിക്കും. ഇപ്പൊ പേരെല്ലാം ഭയങ്കര വെറൈറ്റി ആണല്ലോ. ഹേയ് കൊയ്ക്കുഞ്ഞ്, ഇവര് കുഞ്ഞാണോ? അത്രേ ഉള്ളൂ. മുട്ട ഇടുന്നല്ലോ. ഇത് മുട്ടക്കോഴിയാണോ? അങ്ങനെ കുറെ കോഴികളൊക്കെ ഉണ്ട്. അതെ, ഇവള് കൂടാതെ വേറെ കുറെ കോഴികൾ. ഈ നിൽക്കുന്ന അദ്ദേഹം കൂടാതെ ഇവിടെ ഒരു 10-15 കോഴികളുണ്ട്. എനിക്ക് 20 വയസ്സ് കഴിഞ്ഞു. നമ്മളെ അച്ഛൻ മക്കളാണ്. അങ്ങനെ പറഞ്ഞാലും വരപ്പോ ഇത് ഇവിടെ വെച്ച് പറഞ്ഞായിരിക്കും. വേറെ അതെ പപ്പി എടുക്കില്ല. കാരണം എന്നറിയാം, പപ്പി ഒരുപാട് എടുക്കുന്ന എടുത്തത്. എനിക്ക് 4 പേരൊക്കെ മൂത്തത് ഞങ്ങളുടെ പേര് ആണോ പെണ്ണോ? ആണ്. മോളുടെ പേര് ഹല്യ, വൈഫിൻ്റെ പേര് ഉമ, എൻ്റെ പേര് അർജുന, അച്ഛൻ്റെ പേര് കേശവ്. അർജുനൻ എന്നാണ് ചേട്ടൻ. പിള്ളേര് പറയുമ്പോ അപ്പൂപ്പന്റെ പേര് അർജുൻ അപ്പൂപ്പൻ. അർജുനന്റെ പുത്രനാണ് അഭിനന്ദി. അങ്ങനെ നോക്കിയാണ് ഇട്ടത്. ആ പേര് ഹല്യ, മോളുടെ പേര്. അടിപൊളി പേരാ. അതെ. 2 പേർക്ക് 2 കുട്ടികൾ. മൂത്തത് 2 പേരും പെണ്ണ്, 2 പേരുടെ ഇളയത് 2 പേരുടെ ആണ്. അവിടെ കുട്ടിയുടെ പേര് കാഞ്ഞമാസത്തിലെ കാർത്തികയാണ്. അവളെ കാർത്തികൻ തന്നെ വിളിക്കുന്നു. എല്ലാവരും ഇവിടെ തന്നെയാണോ അതോ കെട്ടിച്ചേക്ക് ഇവിടെ തന്നെ? എന്നാ അതിലൂടെ കയറാം. മറ്റേ ഇതിലൂടെ ഇന്ന് ചെക്കൗട്ടാണ്. അപ്പൊ അതിനു മുമ്പ് അതിലൂടെ ഒന്ന് കയറാം.
അത് പോയി അവിടുന്ന് കുറച്ച് തൈകളൊക്കെ എടുത്ത്. അത് കഴിഞ്ഞ് ഇനി ആ വെള്ളത്തിൽ കയാക്കിങ് അതും കൂടി. ഇവർക്ക് രാവിലത്തെ ഫുഡൊക്കെ രാവിലെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവര് ഉറക്കവും അങ്ങനെ പിന്നെ നോക്കണ്ടല്ലോ, പിന്നെ ഉച്ചയ്ക്ക് കൊടുത്താൽ പോരെ നമ്മള്. വീഡിയോ എടുക്കാൻ ചേട്ടൻ നമസ്കാരം. ഇതാണ് അർജുൻ ചേട്ടൻ. ഇവിടെ 10 വർഷമായിട്ട് ഈ പശുക്കളെ എല്ലാം നോക്കി വളർത്തുന്നത് ചേട്ടൻ തന്നെയാണ്. ചേട്ടന്റെ വീട് അടുത്ത് തന്നെ, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിൽ ഈ റിസോർട്ടിൽ കയറുന്നവർക്ക് ഇവിടുത്തെ ഫാമിലെ പാലും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മൾ രാവിലെയും വൈകിട്ടും കുടിക്കുന്ന ചായ, എപ്പോൾ കുടിക്കുന്ന ചായ ആണെങ്കിലും ഇവിടുത്തെ ഈ പശുക്കളുടെ ചായയാണ്. അതും പ്രത്യേകിച്ച് വെച്ചുകൊടുക്കും. കേരളത്തിന്റെ തരത്തിൽ പുതിയതായ വെച്ചുകൊടുക്കവിന്റെ പാലാണ് കുടിക്കുന്നത്. അപ്പം അത് സന്തോഷം. വരുന്നവരെ ഗസ്റ്റ് എല്ലാം വളരെ സന്തോഷത്തിലാണ് ഇവിടെ വന്ന് കണ്ടിറങ്ങുന്നത്. ഞങ്ങൾക്കും എനിക്കും ഭയങ്കര സന്തോഷത്തിലാണ്. സ്റ്റാഫ് ഇവിടുത്തെ മറ്റു മേലധ്യക്ഷന്മാരും എല്ലാവരും നല്ല രീതിയിലാണ് നമ്മൾ ഒന്നിനും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ ആണെങ്കിലും നമ്മൾ ഇവിടുന്ന് തന്നെ എല്ലാം എല്ലാം അത് തന്നെ. പച്ചക്കറി നമുക്ക് എന്താ വേണം, ചീര വേണോ വഴുതനങ്ങ വേണോ എന്ത് വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന പച്ചക്കറി അവർ വെച്ചും തരും. ഞാൻ കുറെ തൈകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടതിൽ സന്തോഷം. എത്ര വയസ്സായി? എനിക്ക് 30 വയസ്സ് കഴിഞ്ഞു. ഇതെന്താണ്? ഇത് വെറുതെ ഒരു തട്ട തെന്നാ നോക്കണേ. ചരിച്ചെടുത്താ മതിയോ? ഇത് മറ്റേ ലങ്ക പോലെ ഇല്ലടാ, രാവണന്റെ ലങ്ക പോലെ ഉണ്ട്. ഒരു പാറയുടെ രാവണന്റെ ലങ്ക കണ്ടിട്ടുണ്ടോ? പുള്ളിയുടെ ഒരു പാറയുടെ മുകളിലാണ് പുള്ളിയുടെ കൊട്ടാരം. ആര് പറഞ്ഞു? ഞാൻ പറയണു. എനിക്കറിയത്തില്ല. നിനക്കറിയണ്ടെങ്കിൽ അറിയണ്ട. ഈ ശരിക്കും ഈ രാവണൻ ആരായിരുന്നു? എൻ്റെ മാമൻ്റെ മോനായിട്ട്. അത് ശരിക്കും ആരായിരുന്നു പുരാണം? ഇവിടെയാണ് പാക്കേജൊക്കെ. 7 days 4 days 1 day പാക്കേജൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് സ്പാ അങ്ങനെ ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. വെജിറ്റബിൾ ഗാർഡൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് സ്പാ സെൻറ്ററും വരുന്നത്. നിറയെ മീനുണ്ട് കേട്ടോ. ഇതേ കണ്ട, ഇഷ്ടംപോലെ മീനുണ്ട്. എന്തോരം മീനാ! മോഹപ്പൂങ്കുരുവി പറന്ന് അറബിക് ഇളം ഇതാരാണ്? തക്കടുവാണോ? എങ്ങോട്ട് പോണ്? രാവിലെ കുറച്ച് നല്ല ചെറിയൊരു ചാറ്റമഴയുണ്ട്. അപ്പം ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് കേട്ടോ. ഇവിടെ നല്ല മിന്നലും ഇടിയായിരുന്നു ഇന്നലെ രാത്രി. രാവിലെ ചെറിയ മഴയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളത്തിൽ നോക്കിയാൽ. ഇതിൻ്റെ അകത്ത് കുറേ ഫിഷ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. നിറയെ ഫിഷാണ്. വലിയ ആഴമൊന്നുമില്ല, ഒരു 5 feet ഒക്കെ ഉള്ളൂ അല്ലേ? അവന് നേരെ ഇരുത്തടാ, അവനെ ചാരി ഇരുത്ത്. അവനെ ചാരി ഇരുത്തിക്കോ. എന്നിട്ട് നേരെ എടുത്തു ഏട്ടാ ചരിച്ചു. നിക്ക് എടുത്തോണ്ട് വരട്ടെ. ഞങ്ങളെ കൂടി എടുക്കണേ, ഞങ്ങളെ കൂടി ഞങ്ങളുടെ എക്സ്പ്രഷൻ. അടിയായി എല്ലാരോടും അടിയായി. പൊരിഞ്ഞ അടി നടക്കാണ്. മത്സര പോരാട്ടാണ്. നോക്കടാ, മീനെ കണ്ടടാ. കാണുന്നുണ്ടോ മീൻ? ഉണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഞങ്ങള്
ഞങ്ങൾ ആദ്യമായിട്ട് മീൻ നേരിട്ട് കണ്ട് ജീവനുള്ള മീനെ നേരിട്ട് കണ്ട് എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുകയാണ്. ശരി ശരി. എടാ അങ്ങനെ എടുക്കണേടാ നല്ല, നീ അവിടെ ഇട്ട് കൊടുത്തിട്ട് എടുക്ക്. ഞാൻ ഇപ്പുറത്തിട്ട് നോക്കട്ടെ. കണ്ട അടിപൊളിയായിട്ട് കിട്ടും. കൊള്ളട്ടാ, അടിപൊളി. പറഞ്ഞു ടാറ്റ പറ. ടാറ്റ. അപ്പം ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ പോവാന്ന് പറ. ടാറ്റ പറ. ഇനി എപ്പോഴെങ്കിലും ഒക്കെ കാണാന്ന് പറ. ഇനിയും വരാന്ന് പറയണം. ഇത്തിരി വലുതായിട്ട് വരാന്ന് പറ. അതിന് പോണേന്ന് മനസ്സിലായ. അല്ല എല്ലായിടവും ഒന്നും ഇഷ്ടാവില്ല, ചില സ്ഥലങ്ങൾ പോകുമ്പോ ഇഷ്ടായാലേ മുഖം നോക്കുമ്പോ അറിയാൻ പറ്റും. ആ ഇവിടെ ഇഷ്ടായി. പോവാ. നടന്നോണ്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്തായാലും പോവാണ്. ഇന്ന് ചെക്കൗട്ടാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഞങ്ങൾക്ക് ഇവിടെ എന്തായാലും ഇഷ്ടപ്പെട്ട്. ഇവിടെ കുറേ സ്പേസ് ഉണ്ട് നടക്കാനും കാണാനും ഒക്കെ, എല്ലാത്തിനും. കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തായാലും നിങ്ങളും ഒരു വട്ടമെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ചെറിയ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ച് എറണാകുളം പോവാണ്. ഓക്കെ ടാറ്റാ ബൈ ബൈ. ടാറ്റാ.